ഹായ് കൂട്ടുകാരെ, ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ പാൽ കാച്ചാൻ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഒരു 1.5 ലിറ്റർ എടുക്കുന്നവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ എടുക്കാം. ഞാൻ 1/2 ലിറ്ററിൽ കുറച്ച് എടുത്തുള്ളൂ. എന്താ വെച്ചാൽ കുറേ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു ഗ്ലാസ് സെപ്പറേറ്റ് പാലെടുക്കുക. അതിൽ ബദാം മിക്സോ അല്ലെങ്കിൽ കോൺഫ്ലവർ മിക്സോ അതും അല്ലെങ്കിൽ കസ്റ്റർഡ് മിക്സോ അതിൽ മിക്സാക്കി വെക്കുക. അതിന് ശേഷം അതിൽ ഷുഗർ ഇട്ട് പാൽ തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ മിക്സ് ചെയ്ത പാലും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക പാല്. അപ്പം നല്ല കുറുക്കിയെടുത്ത് നല്ലൊരു ടൈറ്റായി വരുന്നുണ്ട് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ കുറുക്കിയെടുക്കുക. പാൽ ഇളക്കി ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി 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 കുറുക്കിയ ടൈറ്റ് പരുവത്തിലാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളിത് തണിയാൻ വെക്കുക. അത് തണി റെസ്റ്റായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ച് സെറ്റാക്കി എടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമും ഞാൻ എടുത്തതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലോണം അടിച്ച് വിപ്പിംഗ് ക്രീം എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം എടുത്തത് താഴത്തെ പോർഷനിൽ വെക്കണം. നമ്മൾ അടിക്കുന്നതിന് മുന്നേ എന്നാലും നമുക്കത് വേഗം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബീറ്ററോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നല്ല ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ആ പാത്രത്തിൽ നിന്ന് ആ സ്പൂണിൽ നിന്ന് തന്നെ കിട്ടാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച് പാല് അതും ഒന്നൊഴിച്ച് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. 6 മണിക്കൂറോ 7 മണിക്കൂറോ 8 മണിക്കൂറോ വെക്കുക. അതൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റായി കിട്ടണം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടുക. ഇനി നല്ലൊരു പത പോലെ ഉണ്ട്. അതിന് ശേഷം അത് ഫ്രീസറിൽ വെച്ച് ഫ്രീസായതിന് ശേഷം അതെടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്തി ആക്കി എടുക്കുക. നമ്മൾ ഐസ്ക്രീം എപ്പോഴും സ്മൂത്തി ആയിരിക്കണമല്ലോ. അപ്പോൾ കണ്ട ഇതുപോലെ സ്മൂത്തി ആയി വരും. അതിന് ശേഷം അതൊന്നും കൂടി ഫ്രീസറിൽ വെക്കുക. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഇത് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി ഒരു 2-3-4 മണിക്കൂർ ഇതേപോലെ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീം റെഡി. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഞാൻ ബനാന പിന്നെ അനാറ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം ഇട്ടതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.